അപ്പോൾ കാറ്റും കോളും മഴയും മഴയുടെ നൃത്തവും കഴിഞ്ഞ് ഞങ്ങൾ ഇതാ മാമിയുടെ കുടുംബ വീട്ടിലോട്ട് പോവുകയാണ്. ഇനി എപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് അറിയില്ല. അപ്പോൾ അതിനു മുമ്പ് വീടൊക്കെ ചെന്ന് വീടിന്റെ പരിസരമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു പഴമയുള്ള പുതിയ വീട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എരുത്തിലും ഷീറ്റ് വരെയും കൂടിയാണ് ഇത്. പണ്ട് ഇവിടെ പശുവൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ കോഴികൾ മാത്രമാണ് വളർത്തുന്നത്. 10-15 കോഴികൾ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഇതാണ് മിറ്റവും പുറം ഭാഗവും ഒക്കെ ഇതാണ് വീടിന്റെ. കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് മുറ്റം. സിമെന്റ് ഇട്ടതാണ്. ഇതാണ് ഉപ്പച്ചിയുടെ കാറാണിത്. അപ്പൊ പഴമയുള്ള പുതിയ വീടിന്റെ അകത്തളത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ഇത് ടൈലൊന്നുമല്ല, വാൾ സ്റ്റിക്കർ പോലത്തെ ഒരു പേപ്പറാണ് തറയിൽ ഒട്ടിച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാം നോർമലി തറയാണ്. റെഡ് ഓക്സൈഡ് മാത്രമേ പൂശിയിട്ടുള്ളൂ. ഞങ്ങളൊക്കെ വീടും ഇങ്ങനെയായിരുന്നു. പക്ഷെ ടൈൽസ് ഒരു മോഡൽ ആയതിനു ശേഷം ഈ തറ കുത്തി പൊട്ടിച്ച് കളഞ്ഞ് വളരെ കഷ്ടപ്പെട്ടാണ് ടൈൽ ഇട്ട് വെച്ചിരിക്കുന്നത്. എന്തിനാണെന്ന് അറിയില്ല. കഴുവിയില്ലെങ്കിലും തൂത്തില്ലെങ്കിലും വാരിയില്ലെങ്കിലും മഹാവൃത്തികേടായിട്ട് കിടക്കും വീട്. ഒരു ഭംഗിയും കാണില്ല. കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഇത് മാമിയുടെ ബ്രദറിന്റെ മൂത്ത മോളാണ് കേട്ടോ. അവളുടെ കുഞ്ഞിലത്തെ ഫോട്ടോസ് ഇങ്ങനെ വലുതായിട്ട് പ്രിന്റ് എടുത്ത് ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇളയാളിന്റെ ഒട്ടിക്കാനുള്ള സ്പേസ് ഒന്നുമില്ല. ഇതാണ് മാമിയുടെ വീട്. ഇവിടെ ആരും ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല. ഇവിടെയാണെന്നൊന്നും ലൈറ്റ് ഇടുന്ന സ്വിച്ച് ഇവിടെ അല്ല. ലൈറ്റ് ഇട്ടു. അടുക്കളയിൽ പോയി ലൈറ്റ്. ഇതാണ് ഇവിടുത്തെ കിച്ചൺ. ഇത് പഴയ രീതിയിലായിരുന്നു. ഇപ്പം ഇവിടെ ടൈൽസ് ഒക്കെ ഇട്ട് കിച്ചണൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ ആകെ പൊട്ടി പൊളിഞ്ഞു കിടക്കുമായിരുന്നു. അങ്ങനെ ഇപ്പോഴാണ് ഇതൊന്ന് ശരിയാക്കി എടുത്തത്. മാമി അപ്പോൾ അടുക്കളയിൽ എന്തെങ്കിലും കുറയ്ക്കാനുണ്ടോ എന്നൊക്കെ തപ്പിപ്പറക്കി എന്തൊക്കെയോ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നതൊക്കെ നോക്കി പറക്കി എടുക്കുകയാണ്. എല്ലാവരും ഉറക്കം, ഉച്ചഭക്ഷണം കഴിച്ചിട്ട് ഉറക്കമാണ് ഇവിടെ. മാമിയുടെ ബ്രദറിൻ്റെ വൈഫുണ്ട്. അവർ മലപ്പുറത്താണ്. അവരിപ്പോൾ മക്കൾക്ക് വെക്കേഷൻ ആയതുകൊണ്ട് വന്നതാണ്. മാമി ചെന്ന് നോക്കി അവിടെ. മാമി അങ്ങനെ ഒരു ഹായ് കാണിക്കൂ. ഇതാണ് മാമിയുടെ ഉമ്മച്ചിമ്മ. അപ്പോൾ മാമി പറയുന്നതൊക്കെ അമ്മച്ചിമ്മ ഞങ്ങളെയൊക്കെ ഭയങ്കരമായിട്ട് അടിച്ചാണ് വളർത്തിയത്. പക്ഷെ ഞങ്ങൾക്ക് മക്കളെ തൊടാൻ പറ്റില്ല, അപ്പോഴേ വഴക്കുമായിട്ട് വരുമെന്ന്. അല്ലെങ്കിൽ ഈ ഉമ്മച്ചിമ്മമാർക്ക് അങ്ങനെയാണല്ലേ, ഈ ചെറുകുട്ടികളുടെ അടുത്താണ് ഏറ്റവും കൂടുതൽ വാത്സല്യവും സ്നേഹമൊക്കെ തോന്നുന്നല്ലേ. അപ്പോൾ ഡാൻസ് പ്രാക്ടീസിന്റെ ബഹളമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നിന്നോ, മാറിക്കോ വീഡിയോ വേണേ. അക്കിളിന്നല്ല, ആ കയ്യിൽ എൻ്റെ 2 കുഞ്ഞുമണീസും അവിടെ കുഞ്ഞുമ്മയുടെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ അവരെ കൊണ്ടുവരാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കയറി പോകുന്നു. ബാക്കിയുള്ളവരൊക്കെ റീലൊക്കെ എടുത്ത് കഴിഞ്ഞ് പതുക്കെയൊക്കെ കയറി വരും. അപ്പോൾ എപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ വീടിൻ്റെ ഒരു ഷോട്ടൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഓടി വന്നതാണ്. ഇവിടുത്തെ മിക്കിക്കുട്ടൻ ഇരിപ്പുണ്ട്. ഇതാണ് ഇവിടുത്തെ മിക്കിപ്പൂച്ച. ആമിർമോൾ നല്ല ഉറക്കത്തിലാണ്. അവൻ്റെ ബൗബവും കെട്ടിപ്പിടിച്ചോണ്ട് കിടന്നുറങ്ങുകയാണ്. യാസ്രം ബേബി കുഞ്ഞുമാടയിലിരിക്കുകയാണ്. അപ്പം ഞങ്ങളൊന്ന് അപ്പുറമൊക്കെ കറങ്ങാൻ ഇറങ്ങിയതാണ്. അടുത്ത് ഷിജാൻറ്റിയുടെ വീട്ടിൽ പോയി. അപ്പോൾ ഷിജാൻറ്റിയുടെ വീടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോയിൽ ഷിജാൻറ്റിയൊക്കെ തീർച്ചയായിട്ടും ഞാൻ പരിചയപ്പെടുത്തി തരാം. മാമിയുടെ വാപ്പയുടെ കടയാണ്. കടയൊക്കെ തുറന്നു വെച്ചുകൊണ്ട് പറ്റിതോ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ചായ കൂടി സമയമാണ്. ഞങ്ങളും പോകാനുള്ള സമയമൊക്കെ ആയി വരുന്നു. മാമായ കടയിൽ ചെന്ന് വിളിച്ചുകൊണ്ട് വേണം വീട്ടിൽ പോവാൻ. ഇതാണ് ഹംസുബായ്, ഉമ്മച്ചിമ്മയുടെ ഉപ്പച്ചിയുടെ ഏകപുത്രൻ, മാമിയുടെ ഒരേ ഒരു ആങ്ങള.
അപ്പോൾ ഒരു മോനേ ഉള്ളൂ എന്ന് കരുതി എല്ലാവരും ഒലയ്ക്ക് കടിച്ചാലോ എന്ന് പേടിച്ചിട്ട് ദുബായ് പോയി പ്രവാസ ജീവിതത്തിന്റെ സൗന്ദര്യ ഭംഗി ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ മഹാനിപ്പോൾ. വീണ്ടും മഴ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. പുറത്ത് നല്ല മഴയാണ്. അതിൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ മഴയൊക്കെ തോന്നുന്നു ഞങ്ങൾ വീട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങി. മാമാരെ കടയിൽ പോയി മാമായെ വിളിച്ചുകൊണ്ട് നേരെ ഞങ്ങൾ വീട്ടിൽ പോവും. അപ്പോൾ ഇതേ എല്ലാവരും ടാറ്റ ബൈ ബൈ ഒക്കെ പറയുന്നുണ്ട്. വലിയൊരു ഗംഭീര വ്ലോഗൊന്നും ആയിരുന്നില്ലെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഏറെക്കുറെയൊക്കെ ക്യാപ്ചർ ചെയ്ത് ഞാൻ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഞങ്ങൾ മടങ്ങുന്നു. ടാറ്റ ബൈ ബൈ. ഓക്കെ, സി യു. ഇറ്റ്സ് ആമിന സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺഡ് ടു മൈ ചാനൽ ബ്ലറി ബ്ലാസ്റ്റ് വിത്ത് ആമിന ഷാഹിൻ.